അപ്പോൾ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് നെറ്റ്ഫ്ലിക്സിൽ നിന്നും ഈ പടം തൂക്കി. ദ തേർഡ് ടോപ്പിക് ഈസ് ഗുഡ് ബാഡ് അഗ്ലി. ആദിക് രവിചന്ദർ ഡയറക്ട് ചെയ്ത് അജിത് നായകനായ പടം 350 കോടി വേൾഡ് വൈഡ് കളക്ട് ചെയ്തു എന്നുണ്ടെങ്കിലും ഈ പടത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള മൈത്രി മൂവി മേക്കേഴ്സിന് ഈ പടം നഷ്ടമാണ് 70 കോടിയോളം എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പടത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ടായത് നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു 95 കോടി രൂപക്ക്. അപ്പോൾ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് നെറ്റ്ഫ്ലിക്സിൽ നിന്നും ഈ പടം തൂക്കി. എന്താണ് പ്രശ്നം? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇളയരാജ അദ്ദേഹത്തിന്റെ പാട്ട് ആരെങ്കിലും സ്വന്തമാക്കി ഏതെങ്കിലും പടത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് അദ്ദേഹം കോപ്പി റൈറ്റ്സ് അവർക്കെതിരെ ക്ലെയിം ചെയ്യും, അവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഈ പടത്തില് ഒരുപാട് പഴയ പടത്തിലെ സോങ്ങുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഈ പ്രശ്നം ഉണ്ടാവുകയും ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ എന്നുള്ള ലെവലിൽ നെറ്റ്ഫ്ലിക്സ് ഈ പടം അവരുടെ OTTയിൽ നിന്ന് തൂക്കുകയും ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിനെ 70 കോടി ഞങ്ങൾക്ക് വേണം എന്നും ഈ പടം നിങ്ങൾ എടുത്തോളൂ എന്നുള്ള ലെവലിൽ അവർ ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെയൊക്കെയോ അത് സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യും എന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ഇദ്ദേഹം എന്ന് പറയുന്നത് ആവശ്യത്തിന് പൈസ പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്നും വാങ്ങിയതിന് ശേഷമാണ് ഇദ്ദേഹം എല്ലാ പടത്തിലും PPP മൂളാൻ വേണ്ടി പോയിട്ടുള്ളത്. അല്ലെങ്കിൽ കോപ്പി റൈറ്റ്സ് ആദ്യം വാങ്ങി വെക്കണം. അപ്പോൾ ഇതിനകത്ത് എല്ലാ പടത്തിലും ഏറെക്കുറെ 10-50 വർഷം മുമ്പുള്ള പടങ്ങൾക്കൊക്കെ അദ്ദേഹം കോപ്പി റൈറ്റ്സ് വാങ്ങി കുത്തിരിക്കുക എന്ന് പറയുന്നത് ഓൾറെഡി പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് പൈസ കൊടുത്തിട്ട് ആണ് ഈ പടത്തിന് ഈ സോങ്ങിന്റെ ഒക്കെ കോപ്പി റൈറ്റ് ആളുകൾ വാങ്ങിക്കുന്നത്. പക്ഷെ ഇദ്ദേഹം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പടത്തിലാണ് ഇപ്പൊ 96ന്റെ കേസിൽ നമുക്കറിയാം, അതേപോലെ മഞ്ജുമൽ ബോയ്സിന്റെ കേസിൽ സംഭവിച്ചത് നമുക്കറിയാം. ഇനി ഇറങ്ങുന്ന എല്ലാ പടങ്ങൾക്കും ഈ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ പല ആൾക്കാരും പറയും ഇപ്പൊ ഇത് ഇളയരാജ കണ്ടിട്ടില്ല, ഇളയരാജ കണ്ടു കഴിഞ്ഞാൽ ഇത് കോപ്പി റൈറ്റ്സ് അടിക്കും എന്നുള്ള ലെവലിൽ എല്ലാവരും സംസാരിക്കാറ്. കാരണം എന്താ വെച്ചാൽ അതിന് ആവശ്യമുണ്ട്. ഒരു പറയില്ലേ, ഈ നമ്മളെ ലെജൻഡുകളായിട്ടുള്ള ആളുകൾ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ അവരെ എന്താ പറയുക വിഗ്രഹം വീണുടയും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഇളയരാജനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മ്യൂസിക്കിന് ആവശ്യത്തിന് പേയ്മെന്റ് കൊടുത്തിട്ടായിരിക്കും അദ്ദേഹത്തിന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു പേയ്മെന്റ് കൊടുത്തതിന്റെ ശേഷം ഈ പടത്തിന്റെ എല്ലാ അവകാശങ്ങളും പ്രൊഡ്യൂസേഴ്സിലേക്ക് എത്തപ്പെടുകയും പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസേഴ്സ് ഇത് ഓഡിയോ റിലീസ് വിൽക്കുകയും ചെയ്തിട്ട് അപ്പോൾ ആരടുത്താണോ ഈ ഓഡിയോ റൈറ്റ്സ് ഉള്ള അവരടുത്ത് അല്ലെ ഡയറക്റ്റ് പോയിട്ട് അപ്രോച്ച് ചെയ്തിട്ട് അവർക്ക് പൈസ കൊടുത്ത് അതിന്റെ റൈറ്റ്സ് വാങ്ങുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു രീതി. പക്ഷേ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ ഇദ്ദേഹത്തിന്റെ പാട്ട് ആരുപയോഗിച്ചു കഴിഞ്ഞാലും കോപ്പിറൈറ്റ് കൊടുക്കുക, അവർക്കൊരു ഇഷ്യൂ ഉണ്ടാക്കുക. അപ്പൊ ഈ ട്രബിളിന്റെ ഭാഗമായിട്ട് നെറ്റ്ഫ്ലിക്സ് തൽക്കാലം ഈ പടം ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് മൈത്രി മൂവി മേക്കേഴ്സിനോട് 70 കോടിയോളം രൂപ ആവശ്യപ്പെടും. ഓൾറെഡി കുറച്ച് പടത്തിൽ ഈ പടം അവർക്ക് ലോസ് ആണ്. മാത്രമല്ല ഇനി അതിന്റെ കൂടെ ഈ 70 കോടി തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അവർക്ക് അട്ടർ ഫ്ലോപ്പ് ആയിട്ട് മാറും ഈ പടം എന്ന് പറയുന്നത്. ബോക്സ് ഓഫീസിൽ ഡീസന്റ് കളക്ഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇതിന്റെ ബാക്കി കമ്മിറ്റ്മെന്റും എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ വന്ന ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ കൂടെ അവർക്ക് നഷ്ടത്തിലാണ്. അപ്പൊ അത്രയൊക്കെയാണ് ഗുഡ് ബാഡ് അഗ്ലി ആയിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ കേട്ടിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതുപോലെ ഓരോ പടങ്ങൾക്കും ഇളയരാജ ഇതുപോലെ വക്കീൽ നോട്ടീസ് അയക്കുകയും ഇതിന്റെ കോപ്പി റൈറ്റ്സ് ആവശ്യപ്പെടുകയും ചെയ്യുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. എന്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. നമ്മൾ ഇതുപോലെ ഇനിയും നല്ല ന്യൂസുകളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ.